അങ്ങനെ എപ്പിസോഡ് 3 സ്വാഗതം. നമ്മുടെ നേരത്തെ പല്ല് പോയ ചെറുക്കൻ്റെ അമ്മ ഇങ്ങനെ ഡൈവോഴ്സ് നോട്ട് നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഈ എപ്പിസോഡ് കാണിക്കുന്നത്. അങ്ങനെ അതെല്ലാം നോക്കിയതിന് വിഷമിക്കുകയാണ് അവൾ. അങ്ങനെ അവൾക്ക് വളരെയധികം സങ്കടവും ഡൈവേഴ്സ് ആയതിനൊക്കെ. പക്ഷെ എന്ത് പറയാനാണ്, ഡൈവേഴ്സ് ആയിപ്പോയല്ലോ. ഇതേ സമയത്ത് വേറെ ഒരുത്തിയാണെങ്കിൽ ഒരു ട്രോഫിയും പിടിച്ചിങ്ങനെ നോക്കിയതിന് അതും വിഷമിച്ചുകൊണ്ട് അവൾ ഇരിക്കുകയാണ് കേട്ടോ. എന്തോ ഒക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ഇതിലുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ആ റെസ്റ്റോറൻറ്റ്, കഴിഞ്ഞ എപ്പിസോഡ് ആ റെസ്റ്റോറൻറ്റിലെ മുതലാളി അവൻ്റെ പഴയ കാസറ്റൊക്കെ നോക്കിയിട്ട് അവനും വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ അവൻ്റെ കോട്ട് എടുത്ത് നോക്കിയിട്ട് അവനും വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ കാണിക്കുന്നത് നമ്മുടെ നായികയായ യുൻസു ആണെങ്കിൽ പുതിയൊരു ഡെൻ്റൽ ക്ലിനിക്ക് തുടങ്ങുകയാണ്. അങ്ങനെ അവിടെ നേരെ 2 ആഴ്ചക്ക് മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ നായികനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നായകൻ ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നിനക്ക് ഡെൻ്റൽ ആശുപത്രി തുടങ്ങാൻ വേണ്ടി ഈ സ്ഥലമൊക്കെ പോരെ, ഇത് വളരെയധികം മനോഹരമായ സ്ഥലമാണ്, ഇത് നിനക്ക് താമസിക്കാനുള്ള വീടും കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായികയെ നേരെ നായകൻ അവൾക്ക് താമസിക്കാനുള്ള വീട് കാണിക്കുകയാണ്. ഈ വാളൊക്കെ കണ്ടുവന്നാൽ അടിപൊളിയായിട്ട് പെയിൻറ്റ് അടിച്ചാന്ന് പറയുമ്പോൾ എനിക്ക് ഇതേപോലത്തെ പെയിൻ്റൊന്നും വേണ്ട, എനിക്ക് നോർമലായിട്ടൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പെയിൻറ്റ് മതി, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം, പിന്നെ ഈ മാർബിളൊക്കെ മാറ്റിയിട്ട് നല്ലൊരു മാർബിൾ ഇടണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നായകൻ പറയുക ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവളുടെ ഡിമാൻഡൊക്കെ പറഞ്ഞതിന് ശേഷം ഇത്രയല്ലേ ഉള്ളൂ, നിനക്ക് നിൻ്റെ പല്ലിനെ പോലെ തന്നെ ഞാൻ വൈറ്റ് അടിച്ച് നിനക്ക് ഞാൻ സൂപ്പറാക്കി തരാമെന്ന് പറഞ്ഞ് അവളെ കളിയാക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നായിക എന്തായാലും മതി, നീ എന്തെങ്കിലുമൊക്കെ ചെന്ന് ചെയ്ത് തന്നാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ ചെന്നിട്ട് നമ്മുടെ നായികയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഓണർ, അതായത് ആ പല്ല് പോയ ചെറുക്കൻ്റെ അമ്മയാണ് ആ വീടിനും ആ ഡെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു ഓണർ. അപ്പോൾ നമ്മൾ നായിക ചോദിക്കുകയാണ് നിങ്ങളതിനെ പറ്റിക്കില്ല എന്ന് എന്തോ ഒരു ഉറപ്പ്. അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ എന്തിനാണ് നിങ്ങളെ പറ്റിക്കുന്നത്, അതിനുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് ആ ഉടമസ്ഥി പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നായകൻ പറയുകയാണ് നീ ഒന്ന് ചുമ്മാ ഇരിടി, ഞങ്ങളത് നിന്നെ പറ്റിക്കുന്നത്, വാ നമുക്ക് ഇനി ഇതിൻ്റെ എഗ്രിമെൻറ്റും കാര്യമൊക്കെ നടത്താം. അപ്പോൾ നമ്മുടെ ഡെൻ്റൽ ഹോസ്പിറ്റലിലെ ഓണർ പറയുകയാണ് നിനക്ക് ഞാൻ അത് ഉറപ്പ് തരുകയാണ്, നിന്നെ ഞാൻ ഒരിക്കലും പറ്റിക്കില്ല, നിനക്ക് 100% വിശ്വാസം നിനക്ക് ഇവിടെ ജോലി ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നായികയാണെങ്കിൽ അവൾ അതിൽ ഇമ്പ്രസ് ആവുകയാണ്. എന്നാൽ ഓക്കെ നമുക്ക് ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ നായകൻ്റെ ഈ ഒരു സാന്നിധ്യത്തിൽ ഡോക്യുമെൻ്റ് ചെയ്യുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നായകനോട് ചോദിക്കുകയാണ് നീ എത്ര മണിക്കൂറാണ് അവിടെ വർക്ക് ചെയ്തത്. അങ്ങനെ നേരെ കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മുടെ നായകൻ്റെ കമ്മീഷൻ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് നോക്കുന്നത്. അങ്ങനെ 17,440 രൂപക്ക് വർക്ക് ചെയ്തെന്ന് പറയുകയാണ്. അത്ര നീ വർക്ക് ചെയ്തല്ലേ. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം നമ്മുടെ നായികയുടെ പുറകെ തന്നെയാണ് നമ്മുടെ നായകൻ പോകുന്നത്. അല്ല നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്, എൻ്റെ കമ്മീഷൻ എനിക്ക് എടുത്താ, എനിക്കത് കിട്ടിയിട്ട് വേണം പോകാൻ വേണ്ടി. നിൻ്റെ കമ്മീഷൻ എത്ര, 6,743 രൂപ എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ ചേഞ്ച് ഇല്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, ചേഞ്ച് എൻ്റെ കയ്യിലുണ്ട്, നീ എനിക്ക് തന്നാൽ മതി, ഞാൻ നിനക്ക് ചേഞ്ച് തരാമെന്ന് പറയുകയാണ്. ഇനി നിൻ്റെ വർക്കൊക്കെ ഞാനല്ലേ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ നായകൻ്റെ അടുത്ത് പറയുകയാണ് പിന്നെ അതുപോലെ ആൺപിള്ളേരോട് ഞാൻ ചെയ്യിപ്പിച്ചോളാം, നല്ലൊരാളെ നോക്കി ഞാൻ നടക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അതെന്തിനാ വേറൊരാളെ നോക്കി നടക്കുന്നത്, അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള ആളെയാണ് ചെയ്യിപ്പിച്ചോളാം എന്ന് നമ്മുടെ നായകനോട് പറയുകയാണ്. അപ്പോൾ തന്നെ അവൻ്റെ കുറേ കാർഡ്സ് കാണിക്കുന്ന പ്ലംബർ, വയർ വെട്ടുന്ന ആൾ, മെഷീൻ വലിക്കുന്ന ആൾ, അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റ് അവൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് അവൾ ആകെ അത്ഭുതപ്പെട്ടു പോകുക നീ ശരിക്കും ആരാ, നീ ഒന്ന് പോടി, നീ എന്ത് വിചാരിച്ച് ഞാൻ മണ്ടനാന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായികയുടെ ഉറ്റ സുഹൃത്തിനോട് യാത്ര പറയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നോട് പറയാണ്ട് പോയി സൈനൊക്കെ ചെയ്തത്, അല്ലാടി ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് എവിടെ കിട്ടാനാ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി സൈനൊക്കെ ചെയ്തത്, അല്ലാണ്ട് എന്നെ കൊണ്ട് വലിയ കാശിനൊന്നും അവിടെ തുടങ്ങാനൊന്നും പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ്, നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, ഞാൻ അതിനെ ഒരുപാട് മിസ് ചെയ്യും, നീ അതിന് ഇപ്പം തന്നെ പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ടോ, പോയേ പറ്റും, നാളെ തന്നെ പോയി അവിടെ ജോയിൻ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ ഉറ്റ സുഹൃത്തിനെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് പറയുകയാണ് നായികി ഈ ഡ്രസ്സ് നീ വെച്ചോ, നിനക്ക് എന്നെ ഓർമ്മ വരുമ്പോൾ ഒക്കെ നീ ഡ്രസ്സ് എടുത്തിട്ടാൽ മതി, അല്ല എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, എനിക്ക് വേറെ ഡ്രസ്സ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ കരയുകയാണ് കേട്ടോ രണ്ടുപേരും കൂടി. എന്നിട്ട് പറയുകയാണ് ഈ ഡ്രസ്സ് മതി, ആ ഡ്രസ്സിനല്ലേ കുറച്ച് വില കൂടുതൽ, നീ എനിക്ക് ഈ പഴയ ഡ്രസ്സൊന്ന് പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലേടി, എനിക്ക് ആ ഡ്രസ്സ് മതിയെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമാകുമ്പോൾ നമ്മുടെ നായികയാണെങ്കിൽ നേരെ പുതിയ സ്ഥലത്തോട് ഷിഫ്റ്റ് ആവുകയാണ്. അവിടെ എല്ലാ സാധനവും വീടൊക്കെ മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്ഥലത്ത് ഓണർ നമ്മുടെ നായികയെ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലവും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറും ഉണ്ട്. അങ്ങനെ എല്ലാ നാട്ടുകാരെല്ലാവരും ഇങ്ങനെ പരിചയപ്പെടാൻ വരികയാണ് കേട്ടോ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് ഈ ഒരു ഇത് കഴിയുകയാണ്. അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതായിരിക്കും, എല്ലാവരും നോക്കിയിരിക്കുക.